പാർത്ത കുംഭമേളയല്ല മൃത്യുമേള. കുംഭമേളയിൽ കുളിച്ചാൽ ദാരിദ്ര്യം മാറുമോ? കുംഭമേള അവസാനിപ്പിക്കണം, ഇതൊന്നും ശരിയല്ല. ഇതൊക്കെയാണ് മുറവിളികൾ. മമതയുടെ യുഗം ഇതോടുകൂടി അവസാനിക്കും. പുതുയുഗ ചരിത്രവുമായി BJP ബംഗാളിൻ്റെ കിരീടവും ചെങ്കോലും കൈകളിൽ വാങ്ങും. അങ്ങനെയല്ലേ മമതയുടെ ഇപ്പോഴത്തെ ഈ നിലപാടിനെ കാണേണ്ടത്? തീർച്ചയായിട്ടും. കാരണം മമതയുടെ തലയിൽ തന്നെ അവസാനത്തെ ആണി മമതയുടെ കൈകൊണ്ട് തന്നെ അടിച്ചിരിക്കുന്നു എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ഡൽഹിയിലെ തിരഞ്ഞെടുപ്പിന് ശേഷം, അതായത് ഹരിയാന തിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എല്ലാ പ്രവചനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് BJP വൻ വിജയം നേടി. മഹാരാഷ്ട്രയിൽ വിജയം നേടി, ഡൽഹിയിൽ വിജയം നേടി. ഇതിൻ്റെ എല്ലാം അടിത്തട്ടിൽ പ്രവർത്തിച്ചത് RSS എന്ന് പറയുന്ന ആ മഹാശക്തി. അത് കൃത്യമായിട്ട് പറഞ്ഞു, അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ബീഹാറും അതുപോലെ തന്നെ ബംഗാളും പിടിക്കുക, ഓപ്പറേഷൻ തൃശൂൽ എന്ന് പേരിട്ടുകൊണ്ട് അതിനു വേണ്ടി ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞു. സുവേന്ദു അധികാരി വളരെ കൃത്യമായി പറഞ്ഞു, ബംഗാളാണ് ലക്ഷ്യം, ബംഗാൾ മാത്രമാണ് ലക്ഷ്യം എന്ന് പറഞ്ഞു. അതായത് ബംഗാളിൽ മമത നടത്തുന്ന തീവ്രവാദത്തിൻ്റെ കളി, പുറത്തുനിന്ന് ബംഗ്ലാദേശികളായ ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് വോട്ടവകാശം കൊടുത്ത് അവരെ സംരക്ഷിച്ച് മുസ്ലിം പ്രീണനം നടത്തി അവിടെ നിന്ന് മമത കളിക്കുന്ന ഒരു വൃത്തികെട്ട രാഷ്ട്രീയമുണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സിനെതിരായിക്കൊണ്ട് ഭാരതത്തെ സംരക്ഷിക്കണമെന്ന ഉറച്ച തീരുമാനമെടുത്തുകൊണ്ടാണ് BJP അവിടെ ചില പ്ലാനുകൾ നടപ്പിലാക്കുന്നത്. അത് BJP ഒരു പരിധിവരെ അതിൽ വിജയിച്ചു കഴിഞ്ഞു. എന്തായാലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ BJP അധികാരത്തിലേറുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനിടയിലാണ് കുംഭമേള എന്ന് പറയുന്നത് BJP കൊണ്ടുവന്ന സാധനമല്ല, RSS കൊണ്ടുവന്ന സാധനമല്ല. വർഷങ്ങളായിട്ട് പ്രയാഗ്രാജിലും ത്രിവേണി സംഗമത്തിലും അതുപോലെ തന്നെ ഈ 4ഓളം നദീതീരങ്ങളിൽ നടക്കുന്ന മഹാപുണ്യ സ്നാനമാണ് ഈ പറയുന്ന കുംഭമേള. അതിൽ തന്നെ മഹാകുംഭമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ ഒരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ, ഈ മഹാകുംഭമേളയിൽ വർഷങ്ങളായിട്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പോകുന്നതാണ്. അവിടെ എല്ലാ സൗകര്യങ്ങളും ഉത്തർപ്രദേശ് സർക്കാർ ഏർപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ യോഗി ആദിത്യനാഥും BJPയും വന്ന സമയത്ത് എന്താ സംഭവിച്ചത് എന്ന് വെച്ചാൽ, അവിടെ പ്രയാഗ്രാജിൽ ത്രിവേണി സംഗമത്തിൽ പോയിക്കൊണ്ടിരുന്ന ആളുകൾക്ക് നാറ്റം സഹിച്ച് അതിലിറങ്ങാൻ കഴിയുമായിരുന്നില്ല. അത്രയ്ക്ക് മാലിന്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ മാലിന്യങ്ങളൊന്നും ഇപ്പോൾ കാണാനില്ല. ഗംഗയെ ശുദ്ധീകരിച്ചു. മോദി വന്നതിന് ശേഷം കാശിയിലെ വിവിധ ഘാട്ടുകളിൽ നമ്മൾക്ക് പോയി, ഹരിശ്ചന്ദ്ര ഘാട്ട് ഉൾപ്പെടെയുള്ള വിവിധ ഘാട്ടുകളിൽ പോയിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു. പക്ഷേ മോദി അത് മാറ്റി. ഈ ഗംഗാ ശുദ്ധീകരണത്തിന് മുഖ്യമായ പരിഗണന കൊടുത്തു. അവിടെയെല്ലാം വളരെ വിശാലമായിട്ട് അവിടെ വികസനങ്ങൾ കൊണ്ടുവന്നു, ലൈറ്റുകൾ കൊണ്ടുവന്നു. ചന്ദനത്തിൻ്റെയും ഭസ്മത്തിൻ്റെയും കളഭത്തിൻ്റെയും മണം ഇപ്പോൾ ഗംഗാതീരത്ത് നമുക്ക് പോയാൽ കാണാൻ കഴിയും. അവിടെ മനുഷ്യമലത്തിൻ്റെയും അതുപോലെ തന്നെ മറ്റു വിസർജ്യ വസ്തുക്കളുടെയും ഒക്കെ മണം കൊണ്ട് നിന്നിരുന്ന ഗംഗയുടെ പരിശുദ്ധി തിരിച്ചു പിടിച്ചത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഈ പറയുന്ന കുംഭമേള എന്ന് പറയുന്ന കാര്യത്തിലേക്ക് ഹിന്ദുക്കൾ ഒരുപാട് പോകുമ്പോൾ ഇവരൊക്കെ വിചാരിക്കുന്നത്, അതിപ്പോൾ മമത മാത്രമല്ല, കേരളത്തിലെ ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ പോലും വിചാരിക്കുന്നത് ഇതെന്തോ BJPക്ക് അനുകൂലമാണ്, BJPക്ക് എന്തോ ഗുണം കിട്ടുന്ന കാര്യമാണ് എന്ന് ചിന്തിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആൾക്കാരില്ലേ, ഇവിടുന്ന് ഹജ്ജിന് പോകുന്ന ആളുകൾ, അതിൻ്റെ തെറ്റുകുറ്റങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അത് നമ്മൾ വിമർശിക്കാൻ നിൽക്കണ്ട. പക്ഷേ ഹജ്ജിന് പോകുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായിട്ട് പോകുന്ന ആൾക്കാരാണോ? അല്ലല്ലോ. അവർക്ക് അവരുടെ സ്വത്വം, ഇസ്ലാമിക വിശ്വാസം, ഇസ്ലാമികമായ ആചാരം, നമ്മൾ അതിന് എന്തെങ്കിലും പറയാറുണ്ടോ? ഒന്നും പറയാറില്ലല്ലോ. അതെ, ആ പൊളിറ്റിക്സ് വരുമ്പോൾ ഇവർക്ക് ഇത് മുസ്ലിം ലീഗാണ്, ഇത് മറ്റേതാണ് എന്ന് പറയാൻ തോന്നില്ല. യഥാർത്ഥ ഇസ്ലാം മതവിശ്വാസികൾ അവരെന്ത് ചെയ്യുന്നുണ്ട്? ഹജ്ജയിലും പിന്നെ ഹജ്ജിന് പോകുന്നുണ്ട്, ഉംറയ്ക്ക് പോകുന്നുണ്ട്, അങ്ങനെ പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അവർ പോകുന്നുണ്ട്. അതൊന്നുമില്ലാത്ത കാവ്യ ഉടുത്തുകൊണ്ട്, കാവ്യ വസ്ത്രം ധരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കുങ്കുമം തൊട്ടുകൊണ്ട് അവിടെ പോയി സ്നാനം ചെയ്യുന്ന ആളുകളെ കണ്ടപ്പോൾ ഒരു ഹിന്ദുത്വ ബോധം ഉള്ളിൽ വരുന്നുണ്ടോ എന്നുള്ള വലിയ ഭയം രാഷ്ട്രീയ പാർട്ടികൾക്ക് തട്ടി തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഈ ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക്. ആദ്യമായി ഗർഗയാണ് ഈ കാര്യം പറഞ്ഞത്. ഗർഗയ്ക്ക് മതിയായി, ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗർഗയ്ക്ക് കൃത്യമായ മറുപടി BJP പറഞ്ഞു കൊടുത്തു. എവിടെയാണ് പട്ടിണി മാറിയത് എന്ന് ഈ കണക്കുകൾ വെച്ച് BJP കൃത്യമായി ഗർഗയ്ക്ക് വിശദീകരിച്ചു കൊടുത്തു എന്ന് നമുക്ക് പറയാം. അതിനുശേഷം ഈ കാര്യത്തെ അപമാനിച്ചത് നിരവധിയായുള്ള ജോൺ ബുട്രാസ് AI യുഗത്തെപ്പറ്റി സംസാരിച്ചുകൊണ്ട് പറഞ്ഞു കുംഭമേള ആറാട്ടാണ് ഇവിടെ നടക്കുന്നത് എന്ന്. ഈ ജോൺ ബുട്രാസിൻ്റെ പാർട്ടിയിൽ തന്നെ പെട്ട എത്രയോ ആളുകൾ കുംഭമേളയ്ക്ക് പോകുന്നുണ്ട്. കുംഭമേള എന്ന് പറയുന്നത് ഒരു ഹിന്ദുവിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യത്തെ എന്തിനാണ് ജോൺ ബുട്രാസ് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം വേണ്ടിയിട്ട് പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാമല്ലോ, AI ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയാമല്ലോ, നമുക്ക് പറയുന്നൂടെ. ഈ കമ്പ്യൂട്ടർ തൊഴിൽ തിന്ന ബഗൻ എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിനെ എതിർത്തവർ, ട്രാക്ടറിനെ എതിർത്തവർ, AI പിന്നെ സമത്വം കൊണ്ടുവരും എന്ന് പറഞ്ഞവർ, എങ്ങനെയാണ് സമത്വം കൊണ്ടുവരുന്നത്? ഗോവിന്ദ മാഷോട് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞെന്നറിയോ? സമത്വം കൊണ്ടുവരാന്നുണ്ടെങ്കിൽ AI വന്നതോടുകൂടി എല്ലാവരെയും ജോലി പോകും.
എല്ലാവരെയും ജോലി പോകുമ്പോൾ ആർക്കും ജോലി ഇല്ലാതാവുമല്ലോ, അപ്പോൾ എല്ലാവരും സമാനാവുമല്ലോ. വളരെ കണ്ണിങ്ങായ കണ്ടുപിടുത്തമാണ്. അപ്പോൾ സോഷ്യലിസം വരും. അതാണ് പുള്ളി പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം പുള്ളി പറഞ്ഞു അല്ല, ഇത് AI എന്ന് പറഞ്ഞാൽ എന്താണ്, ബൂർഷ്വയാണ്. അത് ജോൺ ബ്രിട്ടാസിനോട് പറഞ്ഞു കൊടുക്കണം, എന്ത് ഇത് ബൂർഷ്വ പരിപാടിയാണ് എന്നുള്ളത്. എന്നിട്ട് ഇപ്പോൾ CPM വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. EK നായനാരുടെ ഒരു വീഡിയോ ക്ലിപ്പ് ഇറക്കിയിട്ടുണ്ട്. അതായത് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ക്ലിപ്പ്. നമ്മുടെ പിണറായി മുഖ്യമന്ത്രി ആയില്ലടോ, നമ്മൾ അങ്ങനെ എത്ര ആൾക്കാർ മുഖ്യമന്ത്രി ആയിടോ, നമ്മൾ പാർട്ടിയാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് AI ക്രിയേറ്റീവ് വീഡിയോ അവരിറക്കി. ഇത് EK നായനാരോടെങ്കിലും ഒരു മര്യാദ അവർ കാണിക്കണമെന്നായിരുന്നു എനിക്ക് പറയാനുള്ളത്. കാരണം AI കുറ്റം പറയും, ഇതിങ്ങനെ എന്താ പറയുക, വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്നൊക്കെ പറഞ്ഞ് ഇതാണെന്ന് തോന്നുന്നു. കാരണം വൈരുദ്ധ്യമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അതെ, ഭൗതികതയിൽ ജീവിക്കുക, ഇതാണെന്ന് തോന്നുന്നു. ഇപ്പം എനിക്ക് എൻ്റെ കാര്യം കൃത്യമായിട്ട് മനസ്സിലായി. പക്ഷേ ഇവർക്ക് അത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത്തത്, ഇപ്പോൾ ഈ ഏറ്റവും അടുത്തായിട്ട് പറഞ്ഞത് മമതാ ബാനർജി കഴിഞ്ഞ ദിവസം പറഞ്ഞു, എന്താണ്, ഇത് കുംഭമേളയല്ല മൃത്യുമേളയാണ് എന്നാണ് പറഞ്ഞത്. എന്താണ് മൃത്യുമേള? മരണമേളയാണ് എന്ന്. കുംഭമേളയിൽ മരണമേളയാണ്. കുംഭമേള കലക്കാൻ പിന്നെ മമത കൊട്ടേഷൻ കൊടുത്തിരിക്കുകയാണെന്ന് നമുക്ക് അങ്ങനെയാണെങ്കിൽ ചിന്തിക്കേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും. കാര്യം യഥാർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും എന്താണ് ഈ കുംഭമേളയെ ട്രോളുന്ന ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരോടൊക്കെ പറയണം, എനിക്ക് തോന്നുന്നു അവർ കൊടുക്കുന്നതിന് ട്രോളുന്നത് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് പ്രതിപക്ഷമാണോ എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കും. കാരണം മമതയ്ക്ക് കലി പിടിച്ച് ഹാലായി നിൽക്കുകയാണ് ഈ മമത. അതുകൊണ്ട് ബംഗാളിൽ ഏകദേശം ഹിന്ദു വോട്ടുകളും പോയി എന്നറിയാവുന്നതുകൊണ്ട് മുസ്ലിം പ്രീണനം നടത്താൻ വേണ്ടി വളരെ ഗൗരവത്തിലാണ്. ബംഗ്ലാദേശികൾ ഉണ്ടല്ലോ നുഴഞ്ഞു കയറിയിരിക്കുന്നവർ, അവരെ കൊണ്ട് ഇനി എന്തെങ്കിലും കുംഭമേളയിൽ അട്ടിമറി നടത്താൻ മമത ശ്രമം നടത്തുന്നുണ്ടോ? മൃത്യുമേള എന്ന് മമത എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടാവണം. അത് തീർച്ചയായിട്ടും. അപ്പോൾ അവിടെ മരണം നടന്നതും ഈ സർക്കാരിനെ ഇല്ലാതാക്കാനും അതുപോലെ തന്നെ ഇത് നമ്മുടെ കേന്ദ്രത്തിലുള്ള BJP ഗവൺമെന്റിനെതിരായിക്കൊണ്ടൊരു വികാരം സൃഷ്ടിക്കാനും ഹിന്ദുക്കളുടെ സനാതന ധർമ്മത്തിൻ്റെ വിശ്വാസികളെ ഏതറ്റം വരെയും ഇട്ട് തട്ടിക്കളിക്കാമെന്നുള്ള നിലപാട്, അവർക്ക് വോട്ട് ബാങ്ക് അല്ലല്ലോ എന്നുള്ള നിലപാടിലാണ് മമത ഇത് പറഞ്ഞത്. അതോടൊപ്പം മമതയുടെ എന്താണ് ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട കക്ഷിയായിട്ടുള്ള ലാലു പ്രസാദ് യാദവ് പറഞ്ഞത് പിന്നെ എന്താണ്, ഈ കുംഭമേളയിൽ പോയി മുങ്ങുന്നവരെല്ലാം വിഡ്ഢികളാണ് എന്നാണ് പറഞ്ഞത്. കുംഭമേളയിൽ പോയി മുങ്ങുന്നവർ എങ്ങനെയാണ് വിഡ്ഢികളാവുന്നത്? ജനങ്ങളും വിഡ്ഢികളാണല്ലേ? അതെ, ഞാൻ പറയുന്നത് എങ്ങനെയാണ് ഈ വിഡ്ഢികളാവുന്നത്? അവരവരുടെ ആചാരത്തിന് വേണ്ടി അവരവരുടെ വിശ്വാസം സമർപ്പിക്കാൻ അവർ വ്രതമെടുത്ത് ആത്മനിഷ്ഠയോടുകൂടി പോയി ആ ഗംഗയെ പുണ്യനദിയായിട്ട് നമ്മൾ കാണുന്നുണ്ട്, അവിടെ പോയി മുങ്ങി വരുന്ന ആളുകളോട് നിങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള തെമ്മാടിത്തരം പറയുന്നത് എന്ന് ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയാണ്. ഇവിടെ ഹിന്ദുത്വ പൊളിറ്റിക്സ് ചിന്തിക്കാത്ത മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഹിന്ദുത്വത്തെ കുത്തിവെച്ച് കൊടുക്കുന്നതാണ് ആര്? ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ. ശരിയാണ്, ഈ ഒരു 20, 25, 30, 35, 40, 50 വർഷം തുടർച്ചയായി BJP ഇന്ത്യ ഭരിക്കാനുള്ള എല്ലാ പണിയും ആരെടുക്കുന്നുണ്ട്? ഈ പറയുന്ന ലാലു പ്രസാദ് യാദവും മമതയും കൂടെ എടുക്കുന്നുണ്ട്. മമതയ്ക്ക് കിട്ടിയ വേറൊരു പണി എന്ന് പറയുന്നത്, മമത ഇത് പറഞ്ഞതോടുകൂടി ബംഗാളിൻ്റെ രാഷ്ട്രീയ സ്ഥിതിയിൽ വലിയ മാറ്റം ഉണ്ടായി. മമതയ്ക്ക് അനുകൂലമായി ചിന്തിച്ചിരുന്ന ഈ തൃണമൂൽ കോൺഗ്രസിലെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ മമതയ്ക്കെതിരെ നീങ്ങി എന്നുള്ളത് വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായി. കാരണം മമതയ്ക്കെതിരെ ബംഗാളിൽ പ്രതിഷേധമായിരുന്നു. ഈ ബംഗാളിലെ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗ്രാമങ്ങളും ഇന്ന് BJPയുടെ ഓഫീസാണ് എന്നത് ഒരു നഗ്നമായ സത്യമാണ്. അവിടെയുള്ള പല ആളുകളും മമതയ്ക്കെതിരായിക്കൊണ്ട് രംഗത്ത് വരികയും മമതയുടെ ഈ പ്രസ്താവനയ്ക്കെതിരെ പരസ്യമായി പ്രതിഷേധിക്കാനും രംഗത്ത് വന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഇതിനെ ആരപലപിച്ചിട്ടില്ല? ഇതിനെ ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ സോണിയാഗാന്ധിയോ ഇന്ത്യ സഖ്യത്തിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാരോ ഒന്നും തന്നെ ഇതിനെ അപലപിക്കാനോ ഇതൊരു പറ്റം വിശ്വാസികളുടെ കാര്യമാണ് എന്ന് പറയാനോ ഒന്നും തന്നെ അല്ലെങ്കിൽ ഒരു ധൈര്യം അവർ കാണിച്ചിട്ടില്ല. ഈ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട ആൾക്കാർക്ക്, ഇന്ത്യ മുന്നണിയുടെ നേതാക്കന്മാർക്ക് ഈ ഹിന്ദു ഹൈന്ദവ വിരോധം മൂത്തുകൊണ്ട് കാശിക്കെതിരെ, വാരണാസിക്കെതിരെ, ഹിമാലയത്തിനെതിരെ, ശിവനെതിരെ, വിഷ്ണുവിനെതിരെ, ഗംഗാസ്നാനത്തിനെതിരെ, ഈ പറയുന്ന യമുനാ ത്രിവേണി സംഗമങ്ങൾക്കെതിരെ, പിന്നെ അതുപോലെ കുംഭമേളയ്ക്കെതിരെ, അഘോരികൾക്കെതിരെ, സന്യാസിമാർക്കെതിരെ എന്ത് കിട്ടുമോ അതൊക്കെ വന്ന് വിഷം മോപ്പിക്കുന്ന രീതിയിലേക്ക് വിളമ്പുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെയൊക്കെ ഒരു ഊർജമായിട്ട് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. കാരണം രാജ്യത്തെ മുന്നോട്ട് നയിക്കാൻ വളരെ ശക്തമായൊരു ഗവൺമെൻറ് ആവശ്യമാണ്. ആ ഗവൺമെൻറ് എന്ന് പറയുന്നത് ഭാരതത്തിൻ്റെ പൈതൃകവും ആത്മീയതയും തിരിച്ചു പിടിക്കുന്ന ഒരു ഗവൺമെൻറ് കൂടിയാവണം. ഇപ്പോൾ വരുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദിക്കും BJPക്കും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് ബംഗാളിലും സംഭവിക്കാൻ പോകുന്നത്. ബംഗാളിൽ മമതയുടെ വോട്ട് ബാങ്ക്, ഹിന്ദു വോട്ട് ബാങ്ക്, കഴിഞ്ഞ തവണയും മമതയെ രക്ഷപ്പെടുത്തിയത് തൃണമൂലിലുള്ള ഹിന്ദു വോട്ട് ബാങ്ക് കൂടിയായിരുന്നു. ആ വോട്ട് ബാങ്ക് കംപ്ലീറ്റ് ആയിട്ട്
നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക്, ഒലിച്ചു പോകുന്ന രീതിയിലേക്ക് മമതയുടെ ഈ പ്രസ്താവന അവിടെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടുണ്ട്. അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ BJPക്ക് കഴിഞ്ഞിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലും അതിനെതിരെ അവിടെ പ്രതിഷേധിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും BJP അതിൻ്റെ കൃത്യമായ പണി, അവർക്ക് എടുക്കേണ്ട പണി കുറച്ചു കൊടുത്തു മമത എന്ന് പറയാം.